ഇപ്പോൾ എല്ലാവരും ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ക്ലോപ്പിന്റെ ഒരു എന്താണ് വിടവാങ്ങൽ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ പറയുക? അതായത് അല്ലെങ്കിൽ ആ ക്ലോപ്പിന്റെ റീപ്ലേസ്മെന്റ് സാധ്യമാണോ? യുർഗൻ ക്ലോപ്പിന് റീപ്ലേസ്മെന്റ് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. 100% ഞാൻ പറയും, അദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈലും അവിടെ ഏത് രീതിയിലാണ് ലിവർപൂൾ കളിച്ചിരുന്നത് നമുക്കറിയാം. കഴിഞ്ഞ വർഷത്തിലായിട്ട് ലിവർപൂൾ അത്ര നല്ല പെർഫോമൻസ് അല്ല. എന്നാലും മുമ്പ് വർഷങ്ങളിൽ ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ് കളിച്ച വർഷങ്ങളടക്കം ഏത് രീതിയിലുള്ള പെർഫോമൻസ് ആണ് ലിവർപൂൾ കാഴ്ചവെച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറ്റാക്കിംഗ് പ്ലേയിങ് സ്റ്റൈൽ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പ്ലെയറാണ്, കോച്ചാണ് നമ്മുടെ യുർഗൻ ക്ലോപ്പ്. അപ്പോ ഇങ്ങനെ ഒരു നമ്മുടെ പെപ് ഗാർഡിയോളക്ക് എന്തുകൊണ്ടും ഒരു റൈവലറി, കോച്ചുമാരുടെ ഒരു റൈവലറി, ഇപ്പൊ മെസ്സി റൊണാൾഡോ പറഞ്ഞ പോലെ കോച്ചുമാരുടെ ഒരു റൈവലറി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിരുന്ന പ്രീമിയർ ലീഗ് കൊണ്ടുപോയിരുന്ന രണ്ട് ടീമുകളായിരുന്നു. ആ ടീമുകളുടെ തലപ്പന്മാരായിരുന്നു. അതിനോട് യുർഗൻ ക്ലോപ്പ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു കോച്ച്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോച്ച് പ്രീമിയർ ലീഗ് വിട്ടു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയ നഷ്ടം അല്ലെങ്കിൽ ഒരു നിരാശയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഇതിനേക്കാളും ബെസ്റ്റ് റീപ്ലേസ്മെന്റ് ഈ ലിവർപൂളിൽ നടത്താൻ പറ്റുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും നമ്മുടെ പെപ് ഗാർഡിയോള പറഞ്ഞ പോലെ തന്നെ ഇനി എനിക്ക് സന്തോഷസുഖമായിട്ട് കിടന്നുറങ്ങാം. കാരണം യുർഗൻ ക്ലോപ്പ് ഇവിടുന്ന് പോയി, ഇനി എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം, ഒരു കുഴപ്പമില്ല. കാരണം പെപ് ഗാർഡിയോളക്ക് കംപ്ലീറ്റ് ഡോമിനേഷൻ ആണ്, ഇനി ലീഗ് മൊത്തം പെപ് ഗാർഡിയോളക്ക് അടക്കി ഭരിക്കാം എന്നുള്ള മൈൻഡിലാണ് മൂപ്പരാൾ അങ്ങനെ പറഞ്ഞത്. അപ്പൊ തന്നെ നമുക്കറിയാം യുർഗൻ ക്ലോപ്പിന്റെ വില എത്രമാത്രം ഉണ്ട് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇദ്ദേഹത്തെ പോലൊരു കോച്ചിനെ ഇനി ലിവർപൂൾ കിട്ടുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് നോക്കാം ഫ്യൂച്ചറിൽ എന്തുണ്ടാവാൻ. അപ്പോൾ ഈ ക്ലോപ്പിന്റെ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ മുന്നിൽ കാണുന്ന ഓപ്ഷൻസ് ആണ്. ഒന്നാമത്തത് ഷാബി അലോൺസോ. ഒബ്വിയസ്ലി നമ്മളെല്ലാവരും പറയാൻ പോകുന്നത് ഷാബി അലോൺസോന്റെ പേരാണ്. ഷാബി അലോൺസോ ഒന്നാമത് പറഞ്ഞാൽ മെയിനായിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഓനക്ക് ഈ ഒരു ലിവർപൂൾ കണക്ഷൻ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ കൺസിഡറേഷൻ ഒന്നും കൊടുക്കേണ്ടത് പറഞ്ഞാൽ ഓന് ലെവർകൂസ് എന്ന ടീമിനെ ഇത്രയും ലെവൽ, അതായത് ഇപ്പോൾ അപ്പോൾ അവർ നിൽക്കണമെന്ന് പറഞ്ഞാൽ ടേബിൾ ടോപ്പിലാണ്. അതായത് ബുണ്ടസ് ലീഗ് പോലത്തെ ഒരു ലീഗിൽ, അത്രയും ഒരു മോണോപ്പൊളി നിൽക്കുന്ന ഒരു ലീഗിൽ, അതായത് ബയൺ മ്യൂണിക്കിന്റെ മോണോപ്പൊളി നിൽക്കുന്ന ഒരു ലീഗിൽ ലെവർകൂസൻ പോലത്തെ ഒരു ടീമിനെ അത്രയും ഒരു റേഞ്ചിൽ എത്തിച്ചത് ഷാബി അലോൺസോ ആണ്. ഷാബി അലോൺസോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഈ ഒരു ഇത് നോക്കണ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഷാബി അലോൺസോ. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡീസർബി, റോബർട്ടോ ഡീസർബി, ബ്രൈറ്റന്റെ കോച്ച്. ഇപ്പൊ ബ്രൈറ്റൻ 8ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ബ്രൈറ്റന്റെ കോച്ചും നോക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അയാളും എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അയാളുടെ വേറൊരു ബാർസ പറഞ്ഞ ടീമും ഇപ്പൊ അയാളെ നോക്കുന്നുണ്ട്, ബാർസലോണയും ഇപ്പൊ അയാളെ നോക്കിക്കൊണ്ട്, ഷാവി പോയല്ലോ. പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നഗൽസ്മാനും ഒരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നാലാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജെറാഡ്. പക്ഷെ ജെറാഡിനെ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. ജെറാഡ് ഇപ്പൊ നമുക്ക് അറിയാലോ, ഒരിക്കലും പ്രിഫർ ചെയ്യാൻ പറ്റാത്ത ഒരു ഓപ്ഷനാണ്. ജെറാഡിന് ലിവർപൂൾ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ജെറാഡ് ഇപ്പോൾ എത്തിഫക്കിനെ കോച്ച് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വലിയൊരു സംഭവം, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ജെറാഡിനെ കൊണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പിന്നെ വേറെ പ്രശ്നം നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഷാബി അലോൺസോ ലെവർകൂസനെ വെച്ചിട്ട് ബയൺ മ്യൂണിക്കിൽ വലിയ ലെവലായതുകൊണ്ട് ആ കാരണം കൊണ്ട് മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല. ഷാബി അലോൺസോ ഇവിടെ വന്നാൽ ലിവർപൂൾ വന്നാൽ നല്ല ലെവലാവും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ വിൻസെന്റ് കമ്പനി നമ്മളെ അന്തർലക്ത് എന്ന ടീമിൽ വലിയൊരു ലെവലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അന്തർലക്ട് എന്ന ടീമിനെ ബെൽജിയൻ ചാമ്പ്യൻസ് ലീഗിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളെ എന്താണ് പറയാ, ഇതിലേക്ക് വന്നപ്പോൾ പ്രീമിയർ ലീഗിൽ വന്നപ്പോൾ എന്താണ്, ബേൺസ്ലിയിൽ വെറും 19ാം സ്ഥാനത്ത് മാത്രമേ അവർക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ. കാരണം എന്താ, അത്രേ ഉള്ളൂ. അവർക്ക് ഈ ഒരു ചില ലീഗിൽ അവർ അടിപൊളിയാവും, ചില ലീഗിൽ അവർ അടിപൊളിയാവില്ല. അപ്പൊ നമുക്ക് ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഷാബി അലോൺസോ വന്നു കഴിഞ്ഞാൽ ലിവർപൂൾ രക്ഷപ്പെടും. ഇപ്പൊ നേരത്തെ മലപ്പുറം കാക്ക പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും എന്താണ് യുർഗൻ ക്ലോപ്പിന് ഒരു പകരക്കാരൻ നമുക്ക് ഇപ്പോൾ കറന്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്.